Self introduction is something very important and we are going to cover this today. ഇന്റർവ്യൂവിൽ പലപ്പോഴും സ്റ്റുഡൻസിന് അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് കാഴ്ചവെക്കാൻ പറ്റാത്തത് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരു കുറവാണ്. നമുക്ക് എത്രത്തോളം കഴിവുണ്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടോ നമ്മുടെ പേപ്പറിൽ ഇരുന്നാൽ പോരാ, ബയോഡേറ്റയിലോ റെസ്യൂമിൽ ഇരുന്നാൽ പോരാ, നമ്മളത് വാക്കാൽ അത് നമ്മുടെ കഴിവ് പ്രദർശിപ്പിച്ചാൽ മാത്രമാണ് നമ്മുടെ ഒരു എംപ്ലോയർ നമ്മളെ ജോലിക്ക് എടുക്കുള്ളൂ. അപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷന്റെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ IAS ആയിക്കോട്ടെ, സിവിൽ സർവീസസ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ ജോലിക്കാണെങ്കിലും സെൽഫ് ഇൻട്രൊഡക്ഷൻ അത്യാവശ്യമാണ്. സിവിൽ സർവീസിനാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് your resume or biodata, or as important as your getup when you present yourself in front of an interview. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈ നെയിം ഇസ് എന്നാണ് നമ്മൾ പറയുക. ബട്ട് സ്റ്റാർട്ട് വിത്ത് താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. താങ്ക് ദ എംപ്ലോയർ. താങ്ക് യു പറയാ. ആദ്യം നന്ദി പറയാ, ബിക്കോസ് ദേ ഹാവ് ഗിവൺ us an opportunity to come and present ourselves in front of the employer. അത് പറയാം. ഇനി രണ്ടാമത്തതാണ് മൈ നെയിം ഇസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേര് പറയണം. മൈ നെയിം ഇസ്, സേ ഫോർ എക്സാമ്പിൾ മൈ നെയിം ഇസ് ജോവി ജോൺ. ഫുൾ നെയിം പറയണം. പേര് പറയുമ്പോൾ ഫുൾ നെയിം തന്നെ പറയണം. ആൻഡ് ഐ ആം എ ഡെഡിക്കേറ്റഡ്. എന്ത് പ്രൊഫഷനിലാണ് നിങ്ങൾ, എന്ത് സെയിൽസ് മാനേജർ ആയിക്കോട്ടെ, നഴ്സ്, ഡോക്ടർ, എൻജിനീയർ, ആ ഒരു പ്രൊഫഷൻ പറയാം. ഐ ആം എ ഡെഡിക്കേറ്റഡ് എൻജിനീയർ വിത്ത് ഓവർ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് ഇല്ല, പേടിക്കേണ്ട, ഇത് ഒഴിവാക്കാം. ബട്ട് അവിടെ എന്ത് ചെയ്യാം, വിത്തിന്റെ സ്ഥാനത്ത് ആൻഡ് നോട്ട് ടു ഫോർഗെറ്റ് ഐ ആം എ ഫ്രഷർ. ആൻഡ് നോട്ട് ടു ഫോർഗെറ്റ് ഐ ആം എ ഫ്രഷർ ബട്ട് ഐ ആം വെരി മച്ച് കേപ്പബിൾ ഓഫ് എക്സ്പ്ലോറിങ് ആൻഡ് ലേണിംഗ് ന്യൂ തിങ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ വെറുതെ ഒരു നമ്മുടെ എക്സ്പ്രഷൻസിലും നമ്മുടെ ജെസ്റ്റേഴ്സിലും നമ്മുടെ മുഖത്തും ചിരിയിലും ഒക്കെ ഉണ്ടാവണം നമ്മുടെ ആ ഡെഡിക്കേഷൻ. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് ഐ ഗ്രാജുവേറ്റഡ് വിത്ത് എ ഡിഗ്രി. ഏത് ഡിഗ്രിയാണ് നിങ്ങൾ എടുത്തത്? ഐ ഗ്രാജുവേറ്റഡ് വിത്ത് എ ഡിഗ്രി, ബാച്ചുലർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാച്ചുലർ ഓഫ് സയൻസ്. അപ്പോൾ നമ്മൾ വെറുതെ BSc എന്ന് പറയാതെ ബാച്ചുലർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാച്ചുലർ ഓഫ് സയൻസ് എന്ന് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഫുൾ ഫോം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഫ്രം വിച്ച് യൂണിവേഴ്സിറ്റി? ഫ്രം MG യൂണിവേഴ്സിറ്റി, ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഫ്രം കേരള യൂണിവേഴ്സിറ്റി, വാട്ട് എവർ യൂണിവേഴ്സിറ്റി യു ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് ഫ്രം, അത് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, നൗ നെക്സ്റ്റ് പാർട്ട് ഇസ് ത്രൂ ഔട്ട് മൈ കരിയർ ഐ ഹാവ് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഓൺ ഡിഫറെൻറ്റ് പ്രൊജക്ട്സ്. ഏതൊക്കെയാണ് പ്രൊജക്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്തത്? ആ പ്രൊജക്റ്റുകൾ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ പ്രൊജക്റ്റ് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ആ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയത് അത് പറയാം. ഇന്റേൺഷിപ്പ് ആയിരിക്കാം, അങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇന്റേൺഷിപ്പ് ഇൻക്ലൂഡ് ചെയ്യാം. വിത്ത് അവിടെ എന്തൊക്കെയാണ് കഴിവ് കിട്ടിയത്? സേ ഫോർ എക്സാമ്പിൾ യു ഹാഡ് വർക്ക്ഡ് ഇൻ എ ഫേം വെർ യു വർ എ സെയിൽസ് എക്സിക്യൂട്ടീവ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെ ഹാൻഡിൽ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആ ഏരിയയിലെ സെയിൽസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നു, എന്നിട്ട് നല്ലൊരു ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിവരിച്ച് പറയാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ കഴിവുകൾ കൃത്യമായിട്ട് എംപ്ലോയറിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസരം കൂടിയാണ്. ശരിക്കും അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകണം. ഓക്കെ, ഇൻ മൈ പ്രീവിയസ് റോൾ അറ്റ് പ്രീവിയസ് കമ്പനി, എന്ത് ജോലിയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്, ഏത് കമ്പനിയിലാണ് ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നത്. റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോൾ പലപ്പോഴും റെസ്പോൺസിബിലിറ്റി വിവരിക്കാറില്ല. റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോൾ ലുക്കിംഗ് ഇൻ ടു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ GST ഫയലിംഗ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പേയ്മെന്റ്സ് നമ്മുടെ ക്ലയൻസിന് കളക്ട് ചെയ്യുക, അവരെ ടെലികോൾ ചെയ്ത് കൃത്യമായിട്ട് അവരെ ഓർമ്മപ്പെടുത്തുക, റിമൈൻഡേഴ്സ് സെൻഡ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. റോൾസ് കൃത്യമായിട്ട് വിവരിക്കണം. എന്താ കാരണം? ഇതിന് ഞാൻ കഴിവുള്ളവനാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഒരു അവസരം കൂടിയാണ്. നൗ ആസ് എ അക്കൗണ്ടന്റ് ഓർ എ ജൂനിയർ അക്കൗണ്ടന്റ്, ആസ് എ സീനിയർ അക്കൗണ്ടന്റ് എന്ന് പറയണം. ഓക്കെ, ദാറ്റ് ലെഡ് ടു, എന്തായിരുന്നു അവിടെ, അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? അവിടെ പലപ്പോഴും
ക്ലയൻറ്റുകൾ മറന്നു പോകാറുണ്ടായിരുന്നു എന്താ പറയുക പേയ്മെൻറ്റ് ചെയ്യാൻ. പക്ഷേ ഞാൻ കാരണം പലപ്പോഴും കൃത്യമായിട്ട് കളക്ഷൻ കൃത്യമായിട്ട് ആ എമൗണ്ട് കിട്ടിയിരുന്നു എന്നും കൂടി പറയാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കഴിവുകൾ കൃത്യമായി അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് ആണ്, one of my greatest strength is my ability to solve complex problem and adapt to new challenges quickly. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ വാക്കാൽ പറയല്ലേ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി, ആ പ്രോബ്ലം നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്തു. സേ ഫോർ എക്സാമ്പിൾ ഒരു ആ കമ്പനിയിൽ സെയിൽ കുറവായിരുന്നു, പക്ഷെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി, സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി, ആ കമ്പനിക്ക് ഇത്ര ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള വിവരം നിങ്ങൾ അവിടെ എംപ്ലോയറിനെ അറിയിച്ചാൽ ദേ വിൽ ഗ്രേഡ് യു പ്ലസ്. ഈ അവസരം കളയരുത്. ഓക്കെ, നൗ നെക്സ്റ്റ് അടുത്തതാണ് നമ്മൾ നോക്കേണ്ടത്. ഐ ആം പെർട്ടിക്കുലർലി പ്രൗഡ് ഓഫ് മൈ സ്ട്രെങ്ത്. എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകൾ? കമ്മ്യൂണിക്കേഷൻ ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു സ്ട്രെങ്ത് ആയിട്ട് തന്നെ നമ്മൾ കാണണം. ആ ഒരു പിന്നെ ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ എന്ന് വെച്ചാൽ നിങ്ങൾ ജോലിപരമായിട്ട് എന്തൊക്കെയാണ് കഴിവ്. സേ ഫോർ എക്സാമ്പിൾ ഡ്രാഫ്റ്റ്സ്മാൻ ആണ്, അപ്പം നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയാണ് കഴിവുകൾ? അപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ, അപ്പോൾ ടെക്നിക്കൽ ആസ്പെക്ട്, നോൺ ടെക്നിക്കൽ ആസ്പെക്ട് കോർഡിനേറ്റ് ചെയ്യുക, ടീമിനെ കോർഡിനേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പെട്ടെന്ന് കോംപ്ലക്സ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക, വേണ്ട രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താനും നിങ്ങളുടെ എന്താ പറയുക സുഹൃത്തുക്കളിൽ നിന്ന് വേണ്ട റിസോഴ്സസ് കണ്ടെത്താനും നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് പറയുക, കൃത്യമായിട്ട് വിവരിക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഐ ആം പെർട്ടിക്കുലർലി എക്സൈറ്റഡ് അബൌട്ട് ദ ഓപ്പർച്യൂണിറ്റി. ഇനി പറയുന്നത് ഞാൻ എക്സൈറ്റഡ് ആണ്. എന്തിന്? ഈ ജോലിക്ക് വേണ്ടി. ബിക്കോസ് ദർ ഇസ് സംതിങ് സ്പെഷ്യൽ ഇൻ ദിസ് ജോബ്. ഈ ഒരു ജോലി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിൽ സംതിങ് സ്പെഷ്യൽ ഇസ് ദർ. ദാറ്റ് ഇസ് വൈ ഐ വോണ്ട് ടു അപ്ലൈ ഫോർ ദിസ് ജോബ്. ഓക്കെ, ഈ ഒരു റോൾ എൻ്റെ കഴിവുകളെ കൂട്ടും. അത് മാത്രമല്ല, കമ്പനി എന്നെ സെലക്ട് ചെയ്താൽ എനിക്ക് കമ്പനീനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ട രീതിയിൽ എന്താ പറയുക പ്രോഫിറ്റ് ഗെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് വിവരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ഐ ബിലീവ് ദാറ്റ് മൈ ബാക്ക്ഗ്രൗണ്ട് ഇസ് ആൻഡ് മൈ പാഷൻ അലൈൻസ് വെൽ വിത്ത് ദ ഗോൾസ് ഓഫ് യുവർ ടീം. എൻ്റെ കഴിവുകളും എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അലൈൻമെന്റിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഐ ആം കേപ്പബിൾ ഫോർ ദിസ് ജോബ് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നൗ നമ്മൾ നോട്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞാൻ പറയുന്ന ഒരു കാര്യം, ഇൻ മൈ സ്പെയർ ടൈം ഐ എൻജോയ് ഹോബീസ്. എന്തൊക്കെയാണ് ഹോബീസ്? ഞാൻ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം കാണുന്നു എന്നല്ല, കമ്പനിയോട് അനുബന്ധിച്ച് അവർക്ക് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്ന ഹോബീസ് നമുക്ക് വിവരിക്കാൻ പറ്റിയാൽ ദാറ്റ് ഇസ് എ പ്ലസ് പോയിന്റ്. നെവർ സേ എ ഹോബി ദാറ്റ് ബിക്കംസ് എ നെഗറ്റീവ് ഇൻ യുവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണ്, ദാറ്റ് മേ ബി എ ഹോബി. ബട്ട് ഫാക്ട്, അങ്ങനെ ഒരാളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ നെഗറ്റീവ് ഫോർ ദം. അങ്ങനത്തെ ഒരാൾ ജോലിയിലെടുത്താൽ എപ്പോഴും ചാറ്റ് ആയിരിക്കും എന്ന് അവരുടെ മനസ്സിലേക്ക് ഒരു ഇംപ്രഷൻ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. കൃത്യമായിട്ട് ഒരു ഹോബി പറയുമ്പോൾ ഐ എം ഗുഡ് ഇൻ റീഡിങ്. സേ ഫോർ എക്സാമ്പിൾ യു ആർ എ സെയിൽസ്മാൻ, ഐ എം ഗുഡ് ഇൻ റീഡിങ് ആൻഡ് ഐ ലവ് ടു റീഡ് സെയിൽസ് ബുക്സ് എന്ന് പറയുമ്പോൾ എന്താ ഗുണം? അപ്പോൾ അവൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവനാണല്ലോ, ഇവന് ജോലിക്ക് എടുത്താൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻവോൾവ്മെൻറ്റ് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ കൃത്യമായി ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, ആൻഡ് കോൺട്രിബ്യൂട്ടിങ് ടു ദ നോൺ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് വിച്ച് ഹെൽപ്പ് മീ ടു സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ദ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ടെക്നോളജി. ഞാൻ ടെക്നോളജി പഠിക്കാൻ താല്പര്യമുള്ളവനാണ്. ഞാൻ പുതിയ ഗാഡ്ജറ്റ്സ് എൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു നെക്സ്റ്റ് അപ്ഡേറ്റിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, കമ്പനിക്ക് അത് എങ്ങനെ ഉപകാരപ്പെടാൻ പറ്റും, എൻ്റെ കരിയർ ഗ്രോത്തിന് എങ്ങനെ ഉപകാരപ്പെടാൻ പറ്റും എന്ന് ഞാൻ എപ്പോഴും അന്വേഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ യു ആർ ക്ലിയർലി അലൈനിങ് യുവർ സെൽഫ് വിത്ത് ദ ഗോൾസ് ഓഫ് ദ കമ്പനി. അപ്പോൾ
ഈ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഓപ്പർച്യൂണിറ്റി ടു കോൺട്രിബ്യൂട്ട് ആൻഡ് ടു ഹെൽപ്പ് ഏത് കമ്പനി, നമ്മൾ ജോലിക്ക് പോയ കമ്പനി അച്ചീവ് ഇറ്റ്സ് ഗോൾ. താങ്ക് യു. നോക്കൂ, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ കഴിവിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ എന്ത് ജോലി ചെയ്തു എന്ന് പറഞ്ഞു, എത്ര വർഷം ചെയ്തു എന്ന് പറഞ്ഞു, നിങ്ങളുടെ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ സ്കിൽസ് പറഞ്ഞു. ഇതെല്ലാം കൃത്യമായിട്ട് പറയുമ്പോൾ they will take you for this job because you are the apt person to be taken for this job. ഇത് ചെയ്തു നോക്കൂ. You will crack the best job and you will get the highest work. Try it. Thank you.